അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ഞങ്ങളെ 4 വർഷത്തെ ഞങ്ങളെ 4 വർഷത്തെ ഇൻസ്റ്റാഗ്രാമും 1 വർഷത്തെ യൂട്യൂബും ഞങ്ങൾ ഒരു യൂട്യൂബ് അടിച്ചു പോയി, അത് ഉറപ്പായിരുന്നു. അതില്ലെങ്കിൽ ഞങ്ങൾ വേറെ ലെവലായേനെ. പക്ഷെ രണ്ടാമത് ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആ വാശിയിൽ തുടങ്ങിയതാ. അത് ഇന്നേക്ക് 100K കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞിരിക്കുന്നു. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഒരുപാട് കാഴ്ചപ്പാട്. ഞങ്ങൾ പതുക്കെയാണ്, ഞങ്ങൾ സ്ലോവിലാണ് ഞങ്ങൾ കയറിയിട്ടുള്ളൂ. അത് അല്ലേ, എനിക്ക് അതിനെ പറ്റിയിട്ട് അങ്ങനെ പറയാറുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അതിനോടൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ 100K കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു 100K പ്ലേ ബട്ടൺ എവിടെ പോയിന്ന്. പ്ലേ ബട്ടൺ ഇവിടെയല്ല, അതുകൊണ്ടാണ് ഞങ്ങളത് കാണിച്ചു തരാത്തത്. ഞങ്ങളത് പോയിട്ട് എടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ 6 മെമ്പേഴ്സാണ്. ഞാൻ ആദ്യമായിട്ട് നിങ്ങളൊക്കെ സംസാരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ഞങ്ങൾ 6 മെമ്പേഴ്സാണ്. 6 മെമ്പേഴ്സിലെ 5 മെമ്പേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, ബാക്കി ഒരു മെമ്പറിനെ നിങ്ങൾ കണ്ടിട്ടില്ല. അതാരാണെന്ന് എന്താ ചോദിക്കാത്തത്? നമ്മൾ മറ്റേ ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ അവനെയും കൂടി റിവീൽ ചെയ്യണ ദിവസമാണ്. അപ്പോൾ അവനും കൂടെ റിവീൽ ചെയ്യണം. അവന്റെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോണത് ഞങ്ങളുടെ ഫണ്ണും കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതി. അപ്പൊ ഗായ്സ്, ഞങ്ങളിത് റൈഡ് തുടങ്ങുന്നു. നോക്കി, ഇവിടുന്ന് മുതൽ അവിടെ തൃശ്ശൂർ വരെ നമ്മൾ പറഞ്ഞോ? തൃശ്ശൂർ വരെ ഒന്നും പറഞ്ഞിട്ടില്ല. സർപ്രൈസ് ആയിരുന്നു അത്. ആക്ച്വലി ആ സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ നാടാണ്, എൻ്റെ നാടാണ് അത്. അപ്പം ഞാൻ അധികം സംസാരിക്കാറില്ല. അപ്പൊ ഈ വ്ളോഗിൽ എൻ്റെ സംസാരങ്ങൾ ഇഷ്ടം പ്രകാരം ഉണ്ടാവും. നിങ്ങൾ അതൊക്കെ കാണണ്ടേ പറ്റൂ ഗായ്സ്. അപ്പൊ ഞങ്ങള് ഇപ്പൊ എത്തും, ഒരു 100 കിലോമീറ്ററിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും എന്നാണ്. അപ്പൊ ചായ കുടിക്കാൻ ഭയങ്കര ആഗ്രഹം. ചായ പിന്നെ എനക്കിപ്പോ ചായ പിടിച്ചില്ല. എന്താടാ മോനെ, എടാ ചായ ഒന്നും ഈ സമയത്ത് കുടിക്കാൻ പാടില്ല. ഒരു ജ്യൂസാ നടക്കില്ല വിഷ്ണു, നടക്കില്ല. എന്റെ പട്ടി അടിച്ചു തരും. എടാ നല്ല ബോറടിക്കുന്നു നന്നായിട്ട്. ഞാൻ ഒരു ഗെയിം പറയട്ടെ. ഏതാ? ഞാൻ ഒരു പാട്ടിന്റെ ഒരു പോർഷൻ പാടാം. ഓക്കെ, അത് നിങ്ങള് അത് എന്നെക്കാൾ നന്നായിട്ട് നിങ്ങള് പാടണം. ഇക്കാനൊക്കെ വന്നിട്ട് വിഷ്ണു നമ്മളോട്. അപ്പൊ ഞാൻ ദേവദൂതനിലെ പാട്ട് പാടും. അത് നിങ്ങള് എന്ത് ചെയ്യണം? എന്നെക്കാൾ സൂപ്പറാക്കി പാടണം. സിമ്പിൾ മാറ്റർ. ആ ഒരു ഫസ്റ്റ് പോർഷനില് അലീന എന്നുള്ള പാട്ടിന്റെ ഫസ്റ്റ് പോർഷൻ. ഓക്കെ, റെഡി? അലീനാന്റെ ഫസ്റ്റ് പോർഷൻ. അതെ, വിഷ്ണു പാടണം കേട്ടോ. ഇല്ല നീ നീ പാടണം. ഞാൻ പാടണോ? അതാണ് പാട്ടിന്റെ കാര്യത്തിൽ കുറച്ച് കഴിവുള്ള. ജിഷ്ണുവിനോടെ കഴിഞ്ഞിട്ട് മാർക്കിടുള്ളോ? റെഡി? ഓക്കെ. എന്താണ് അതുകൊണ്ട് തെറ്റിപ്പോയതാണ്, അല്ലാണ്ട് ഇതാക്കിട്ടല്ല, അറിയാഞ്ഞിട്ടല്ല. അതിന്റെ ഇടയിൽ പാടല്ലേ? സപ്പോർട്ട് വേണ്ട, ആകെ പാട്ട് പോയില്ല. പാട്ട് മാർക്കിട്ടോ. നിങ്ങൾ പറയണം ആരാ ജയിച്ചത്. എന്റെ അഭിപ്രായത്തില്
വിഷ്ണു ഒരു ചാൻസ് കൂടെ തരുമോ? ഇഞ്ചി പോരോട്ടായിരുന്നു. ഒരു ചാൻസ് കൂടെ തരുമോ? ഒരു ചാൻസ് കൂടെ കൊടുക്കാം വിഷ്ണു. അവന് കൊറേ കൊടുക്ക്, ഇഷ്ടം പോലെ കൊടുക്ക്. യേശുദാസിനെയും പിന്നെ ആൻഡ്രോസ് കുഞ്ഞപ്പൻ. ടൈം മാച്ച്. അവന് നന്നായിട്ട് പാടി. പിന്നെ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പാട്ട് വേറൊരു പാട്ട് അതുപോലെ പാടണം. ഓക്കെ, അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യാം. ഇത് ഈ സാധനം തന്നെ സങ്കടത്തിൽ പാടണം. ആർക്കാണ് കൂടുതൽ സങ്കടം നോക്കാം നമുക്ക്. നീ തുടങ്ങണം. അത് നോക്കൂല. പശു പോകണതാ. അച്ചടാ ഇല്ലടാ ഇല്ല. ഇതന്നെ നീ നേരത്തെ പാടിയത്. അല്ലല്ല, ഇതിലൊരു വിഷമുണ്ട്. ഇതിലൊരു വിഷമുണ്ട്. ആര് ചോദിച്ചു? ഷെഫീഖ് അങ്ങനെ കരഞ്ഞോണ്ടല്ല പാടുക. പിന്നെ വരണം അല്ല, കേൾക്കുന്ന ആൾക്ക് ഒരു വിഷമം വരണ്ടേ? അതല്ല അതിന്റെ ഒരു. എനിക്ക് ചിരിയാ വന്നത്. നിന്റെ നൊമ്പരമാണ് വിഷമം. വിഷ്ണുവിന്റെ എങ്ങനെ കരഞ്ഞോണ്ട് പാടണ? എങ്ങനെയാ അങ്ങനെ കരഞ്ഞിട്ട് പാടാ ഞാൻ. ഒരെണ്ണത്തിൽ അവന് അപ്പൊ അവന് വിഷമം വരാതിരിക്കാൻ പറഞ്ഞല്ലേ. നീ ജയിച്ചെണ്ണത്തില് തൃശ്ശൂരെത്തി. ശക്തൻ സ്റ്റാൻഡ്. ഇതാണ് ശക്തൻ സ്റ്റാൻഡ്. ഇല്ല, മോളത്തെ വാരത്തിൽ കയറിയിട്ടില്ല. അങ്ങനെ ഞങ്ങളിത് പച്ചപ്പും ഹരിതാപവും പ്രകൃതി ഭംഗിയും നിറഞ്ഞ ജിഷ്ണുവിന്റെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ജിഷ്ണുവിന്റെ മാത്രമല്ലല്ലോ, ജിഷ്ണുവിന്റെ അതാണ് നമ്മുടെ സർപ്രൈസ്. യെസ്. സസ്യശ്യാമള ധൃതി ചേർത്തു വെച്ച വീരമീണയാണെന്റെ കേരളം. നീലസാഗ അപ്പുറത്താണുള്ളത്. അപ്പുറത്താണ്. ഇതാണ് ഞങ്ങളുടെ പച്ചപ്പ്. അയ്യോ പച്ചപ്പില്ലേ, സോറി, കൃഷിയൊക്കെ നനഞ്ഞു പോയി കാശ്. പച്ചപ്പുള്ള സ്ഥലത്തേക്ക് പോവാം. പച്ചപ്പുള്ള സ്ഥലമുണ്ട് വേറെ. അങ്ങനെ നമ്മൾ സർപ്രൈസിന്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാണ്. സർപ്രൈസ് ഒന്നും ഇപ്പൊ റിവീൽ ചെയ്യില്ല കേട്ടോ. എന്റെ ദൈവമേ, ഒരു യാത്രക്ക് ശേഷം ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി 100 കിലോമീറ്റർ താണ്ടി. 100 കിലോമീറ്റർ അല്ലേ? അതെ, ഓക്കെ. ഞാൻ പോയിട്ട് മുട്ടാലോ, അതില് പ്രശ്നമാവോ? ഇല്ലല്ലോ. ഇങ്ങനെ ആരും ഒരു വീട്ടിൽ പോയി ചെയ്യരുത് കേട്ടോ. ഒരു വീട്ടിൽ നിന്ന്